നിന്റെ ശ്രദ്ധ മുഴുവനും ആ ഒരു വിഷയത്തിന്റെ മുകളിലായിരിക്കണം, ആ ഒരു വിടുതലിന്റെ മുകളിലായിരിക്കണം. നിന്റെ ഫോക്കസ് മുഴുവനും യേശുവിലായിരിക്കണം, യേശുവിൽ മാത്രമായിരിക്കണം. അങ്ങനെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? യേശുവിനെ വെച്ച് മാത്രം പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെയാണോ ആക്ച്വലി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ആണോ? കുറ്റപ്പെടുത്തുകയല്ലേ? അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ്റെ അടുത്തും പ്രാർത്ഥിക്കും, മറിയയുടെ അടുത്തും പ്രാർത്ഥിക്കും, ഗീവർഗീസയുടെ അടുത്തും പ്രാർത്ഥിക്കും, പരമൽ തിരുമേനിയുടെ അടുത്തും പ്രാർത്ഥിക്കും, കൊച്ചുമാത്രാച്ചൻ്റെ അടുത്തും പ്രാർത്ഥിക്കും, ഈ ലോകത്തുള്ള സർവ്വ എണ്ണത്തിൻ്റെ അടുത്തും പ്രാർത്ഥിക്കും, പൂജാരിമാരുടെ അടുത്തും പോകും, കൈ നോക്കും. ചിലർ ഞായറാഴ്ചത്തെ പത്രം നോക്കിയിരിക്കുന്നത് നാളെ നോക്കാനാ. ചിലർ അതുകൊണ്ട് പത്രം വിടത്തേ ഇല്ല. കാരണം ഞായറാഴ്ചയാണ് ഇവരുടെ ഭാവി മുഴുവനും ഇരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ നിർമ്മതരല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണെങ്കിലും നീ ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്തുവിലല്ല. നിന്റെ ശ്രദ്ധകൾ മുഴുവനും അനേകം ദൈവങ്ങളിലോട്ട്, അനേകം ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഇടനിലക്കാർ, അങ്ങനെയുള്ള മധ്യസ്ഥന്മാർ, ഇവരിലോട്ട് ഇതെല്ലാം അങ്ങ് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. മേളിൽ യേശു പറയും, എനിക്ക് സൗകര്യമില്ല നിന്നെ സൗഖ്യമാക്കാൻ. കാരണം എന്താണ്? നിനക്ക് വേണ്ടി കാൽവറിയിൽ പിടഞ്ഞു മരിച്ചവൻ ഞാനാണ്. നിന്റെ പാപത്തിന് പരിഹാരമായി ചങ്കിലെ ചോര മുഴുവനും ഊറ്റിത്തന്ന് അവസാന തുള്ളി ശരീരത്തിലെ രക്തം മുഴുവനും പോയതിനു ശേഷം പിന്നെ വന്നത് വെള്ളത്തുള്ളികളാണ്. ഞാൻ മാത്രമാണ് നിനക്കിടയ്ക്ക് നിന്നത്. ഒരു കാലത്ത് നിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാവിൻ്റെയും പുറകെ നടന്ന് യാഗം കഴിപ്പിച്ച് കുറച്ച് നാളത്തേക്ക് നിന്റെ പാപപരിഹാരം നടത്തിയ ചില ക്രമങ്ങളുണ്ട്, ചില സിസ്റ്റങ്ങളുണ്ട്. അതിനെയൊക്കെ കാൽവരിയിൽ പൊളിച്ചവൻ ഞാനാണ്. ഞാനൊരു മൃഗത്തിൻ്റെ പുറകെ പോയില്ല. എന്നെ തന്നെ ഞാൻ യാഗമായി കാൽവരിയിൽ അറുത്ത് നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ഞാൻ ജീവൻ കഴിച്ചവനാണ്. ഞാനാണ് നിന്റെ ദൈവം. ദൈവവചനം പറയുന്നു, മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ഇതാരോടാ പറയുന്നേ? ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരോടാ പറയുന്നത്. ക്രിസ്ത്യാനിന്ന് അവകാശപ്പെടുന്നവരോടാ പറയുന്നത്. ബൈബിളിൻ്റെ അകത്ത് നിനക്കൊരു ദൈവമേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ നിർമ്മതരായിരിക്കണം. ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുക.